കൊട്ടാരക്കരയിലെ കോൺഗ്രസ് നേതാവ് ആർ രശ്മി ബി ജെ പിയിലേക്ക് എത്തുകയാണ്. ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും ഇന്ന് അംഗത്വം സ്വീകരിക്കും. 2021 കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു രശ്മി. ഐഷാപുറ്റി കോൺഗ്രസിൽ ചേർന്നത് മുതൽ പാർട്ടി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു ഇവർ. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി. രാഹുൽ, ആർ രശ്മി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാലിനെതിരെ മെച്ചപ്പെട്ട പ്രകടനം സമീപകാലത്തെ മെച്ചപ്പെട്ട UDFന്റെ പ്രകടനം കാഴ്ചവെച്ചതാണ്. അവർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്നു. സീറ്റ് ലഭിക്കില്ല എന്നത് ഉറപ്പായ സാഹചര്യത്തിലാണോ? ഐഷാപുറ്റി കോൺഗ്രസിലേക്ക് എത്തിയ സാഹചര്യത്തിലാണോ ഇങ്ങനൊരു തീരുമാനം? നിലവിൽ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ആർക്കും ഒരു സംശയവുമില്ലായിരുന്നു കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന്. മാസങ്ങൾക്ക് മുൻപ് തന്നെ അത്തരത്തിൽ പ്രചാരണം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു UDF. കാരണം മെച്ചപ്പെട്ടത് എന്നതിനപ്പുറത്തേക്ക് മികച്ചൊരു പ്രകടനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാലിനെതിരെ ആർ രശ്മി കാഴ്ചവെച്ചിരുന്നു. അന്ന് 11% വോട്ടാണ് UDFന്റെ അക്കൗണ്ടിലേക്ക് ആർ രശ്മി കൂട്ടിച്ചേർത്തത്. അന്ന് LDFന് 10% വോട്ടിന്റെ ചോർച്ചയും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രമാത്രം വലിയ LDF തരംഗം ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കൊട്ടാരക്കരക്കാർ കരുതിയിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഐഷാപുറ്റി പാർട്ടിയിലേക്ക് വരുന്നത്. പാർട്ടിയിലേക്ക് വരുമ്പോൾ ആ വരുന്ന ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന ഉറപ്പോടുകൂടി ഇങ്ങോട്ട് എത്തിയതാണ്. അതിലുള്ള അതിർത്തിയെല്ലാം ആ രശ്മിക്ക് ഉണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായി ഇരിക്കുമ്പോൾ ഏതാണ്ട് സീറ്റ് ഉറപ്പിച്ചതുമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തെങ്കിലും മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. നമ്മൾ തന്നെയാണ് 3 ദിവസം മുൻപ് BJPയുമായി ചർച്ച നടന്നു എന്ന വാർത്ത നൽകിയത്. അതിനുശേഷം ഇപ്പോൾ എന്തായാലും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. BJP അംഗത്വം നേടുകയാണ്. അങ്ങനെയെങ്കിൽ BJP ഉറപ്പായും കൊട്ടാരക്കരയിൽ ആ രശ്മി തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയാണുള്ളത്. ചർച്ചകൾ വരുന്നത് ഒരു പക്ഷേ 2020 സീറ്റ് കൈമാറാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രശ്മിയെ പിന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക എന്നത് സാധ്യമാകുമോ, അല്ലെങ്കിൽ അത് ഫലവത്താകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. രശ്മി തന്നെ അവിടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അഖിൽമാരാർ കോൺഗ്രസിൽ സീറ്റിന് വേണ്ടി കുറെ കാലം ശ്രമിച്ചു, അത് നടക്കാതെ വന്നു. ഒടുവിൽ ഇപ്പോഴത്തെ 2020 എത്തി മത്സരിക്കുക. അപ്പോൾ 2020 പോയാലും മത്സരിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവും BJP ഇപ്പോൾ രശ്മി BJPയിലേക്ക് എത്തുകയാണെങ്കിൽ? തീർച്ചയായും അങ്ങനെ ഒരു പ്രതിസന്ധി അഖിൽമാരാറിനുണ്ടാവും. കാരണം സീറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് 2020യിലേക്ക് കൊട്ടാരക്കരയിൽ സീറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അഖിൽമാരാർ ആ ചുവടുമാറ്റം നടത്തിയത്. കാരണം കോട്ടാത്തലക്കാരനാണ്, കൊട്ടാരക്കര സീറ്റ് വേണം, തനിക്കിപ്പോൾ ഉള്ള ജനകീയ മുഖം ഒരു സെലിബ്രിറ്റിയാണ്, അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ രശ്മി എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വ്യക്തിപരമായി നാട്ടിൽ സജീവമായി നിൽക്കുന്ന കുളക്കട സ്വദേശിയാണ്. അപ്പോൾ അത്തരത്തിൽ സജീവമായി നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ്. തിരഞ്ഞെടുപ്പിൽ തൻ്റെ മികവ് തെളിയിച്ചയാളാണ്. അപ്പോൾ രശ്മി കൂടി വരുമ്പോൾ ആരെ പരിഗണിക്കുമെന്നുള്ള പ്രശ്നമുണ്ട്. ഇനി മുന്നണി സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് 2020 സീറ്റ് നൽകാമെന്ന് പറഞ്ഞാൽ തന്നെ രശ്മി NDA കൊണ്ടുവന്നതിന്റെ പൂർണ്ണമായ ഗുണം അത് BJPക്കും NDAക്കും ലഭിക്കില്ല എന്നുള്ള തിരിച്ചറിവും BJPക്ക് എന്തായാലും ഉണ്ടാകും. രശ്മി അത്രമാത്രം വലിയ പ്രകടനമാണ് കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഒരുപക്ഷെ NDA ഇനി സീറ്റ് ആർക്ക് നൽകുമെന്നുള്ള പ്രതിസന്ധിയിലായിരിക്കും. ഒരുപക്ഷെ രശ്മിക്ക് നൽകാൻ തന്നെ ആകും. കളമാറ്റമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. ബാലഗോപാൽ പ്രതിസന്ധിയിൽ അകപ്പെടുമോ ഈ തെരഞ്ഞെടുപ്പിൽ എന്ന ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ആകെ കുളം കലങ്ങുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ ഒരു വ്യക്തത വരും. പക്ഷേ രശ്മി BJPയിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ BJP സ്ഥാനാർത്ഥിയാനുള്ള സാധ്യത കൂടുതൽ തെളിയുകയാണ്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ